ഹലോ ഗേസ്, നമ്മളങ്ങനെ ഗോകർണയ്ക്കടുത്തുള്ള യാന കേവ്സിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട. നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ബൈക്ക് യാത്ര ഇനി അടുത്തതായിട്ട് പോകുന്നത് നേരെ ഗോവയിലേക്കാണ്. വഴിയിലിടയ്ക്ക് ഇതേപോലെ ഇറങ്ങിയിരുന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളിൽ കടന്നു വന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോസ് മുൻപ് ചേർത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട. യാന കേവ്സിൽ നിന്ന് ഗോവയിലേക്ക് 147 കിലോമീറ്റർ, അതായത് 3.25 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-11 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഉച്ച ആവാറായപ്പോഴേക്ക് നമ്മൾ ഗോവയിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. മുൻപൊരിക്കൽ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ബൈക്ക് ട്രിപ്പിൽ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പാട്നയം ബീച്ചിലാണ്, സൗത്ത് ഗോവ. പൊതുവെ നോർത്ത് ഗോവയെ അപേക്ഷിച്ച് വളരെ സൈലൻറ്റും ആൾത്തിരക്ക് കുറവുള്ള ഒരു ഏരിയയാണ് സൗത്ത് ഗോവ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ബൈക്കൊക്കെ വെച്ച ശേഷം നേരെ ബീച്ചിലേക്ക് ഇറങ്ങാൻ കേട്ടോ. ചെന്നപ്പോൾ തന്നെ കുറേ മദാമ്മമാരെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നമ്മൾ മാത്രമാണ് ഫുൾ കവേർഡ് ഡ്രസ്സ് നിൽക്കുന്നത്. അധികം പേര് ബിക്കിനി ഇട്ട് മറ്റൊരു രീതിയിലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബീച്ചിൻ്റെ കരയിൽ ജീവിക്കുന്നവരാണോ എന്നറിയില്ല, നമുക്കതിലും ബീച്ച് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും ബീച്ചിലിറങ്ങി കുളിക്കുകയും സൺബാത്തിനായിട്ട് ഇവിടെ കിടക്കുകയും ഒക്കെ ചെയ്ത് ആകെ കുറേ വിദേശികളാണ് ഇവിടെ കാണുന്നത്. എന്നാലും മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് തിരക്ക് കുറവാണെന്ന് പറയാം കേട്ടോ. കുറച്ച് നേരമൊക്കെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന ശേഷം നമ്മൾ ഏതായാലും ഉച്ച കഴിഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ കരുതിട്ടോ. ഗോവയിലെത്തിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം എന്നൊക്കെ കരുതി തൊട്ടടുത്തുള്ള ഈ ഒരു കഫേ തന്നെ നമ്മൾ കയറി. നമ്മളങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. ആദ്യം തന്നെ ഓർഡർ ചെയ്ത് സിൻഡ്രല ജ്യൂസ് ആയിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫിഷ് സ്റ്റീക്കും ചിക്കൻ സ്റ്റീക്കും പിന്നെ ഗ്രിൽഡ് ഫിഷ് സിസ്ലേഴ്സ് എന്നുള്ള ഐറ്റവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മുന്നിലത്തെ ഈ ഒരു കാഴ്ചകളിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എല്ലാവരും കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കും കിടക്കാനൊരു കൊതി. അപ്പോൾ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് അതിന് മേലെ കയറി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കിടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മൾ ഏതായാലും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ പാട്നയം ബീച്ചിൽ നിന്നും 1 കിലോമീറ്റർ മാറി തൊട്ടടുത്തുള്ള മറ്റൊരു ബീച്ചാണ് പാലോലം ബീച്ച്. അവിടേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയും പെട്ടെന്ന് കണ്ട് നമുക്ക് ഏതായാലും മറ്റു സ്ഥലത്തേക്ക് പോവേണ്ടതാണ്. അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ചിലവഴിച്ചു കേട്ടോ. പാലോലം ബീച്ചിൽ കുറച്ച് നേരമൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഏതായാലും ഇനി സൗത്ത് ഗോവയിൽ നിന്നും നോർത്ത് ഗോവയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്ക് കിട്ടി. രാത്രി അങ്ങനെ ഒരു 8 മണിയൊക്കെ ആവാറായപ്പോഴേക്കും നമ്മളങ്ങനെ നോർത്ത് ഗോവയിലേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ ഒരു റൂം എടുക്കുക എന്നുള്ളതാണ്.
നമ്മുടെ യാത്രയിൽ ഒരിക്കലും നേരത്തെ തന്നെ റൂമൊന്നും ബുക്ക് ചെയ്യാറില്ല കേട്ടോ. കാരണം ബൈക്ക് യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ച് അവിടെ ആ സമയത്തിനുള്ളിൽ എത്തണം എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓടിച്ച് എവിടെ എത്തുന്നോ അവിടെ റൂം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിനടുത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ റൂം എടുത്തത്. ബാഗ ബീച്ചിനടുത്തുള്ള ദ ബാഗ മറീന എന്നുള്ള ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ഇവിടെ ഗോവയിൽ നമുക്ക് 2-3 ദിവസത്തെ സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റൂമാണ് എടുത്തത്. അങ്ങനെ നമ്മൾ റൂമിൽ ലഗേജൊക്കെ വെച്ച ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നേരിട്ടോ. ഗോവ എന്ന് പറഞ്ഞാൽ തന്നെ നൈറ്റ് ലൈഫ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ എപ്പോൾ രാത്രി പുറത്തിറങ്ങിയാലും കുഴപ്പമില്ല. ബാഗ ബീച്ചിന് അടുത്ത് തന്നെ റൂം എടുത്തുകൊണ്ട് നമ്മൾ ഏതായാലും നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് കരുതി. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ആൾക്കാരെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അധികം മലയാളികളെ തന്നെയാണ് കേട്ടോ ഞാൻ കണ്ടത് എന്തായാലും. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ബീച്ച് കണ്ട് ആസ്വദിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ബീച്ചിൻ്റെ സൈഡിലൊക്കെ തന്നെ ഇതുപോലത്തെ കുറേ റെസ്റ്റോറൻറ്റുകളുള്ളതുകൊണ്ട് അവിടെയൊക്കെ ലൈറ്റ് ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലും കുറേ ലൈറ്റൊക്കെ ഇട്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ ഒരു പാട്ടും കൂത്തൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ബഹളമയമാണ് ഇവിടെ. നമ്മളങ്ങനെ ബീച്ചിൻ്റെ ഒരു അറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ നടന്ന് വെളിയിലോട്ട് എത്തിയപ്പം അവിടെ ധാരാളം പബ്ബുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു പബ്ബിൽ കയറാമെന്ന് കരുതി. ദ വൈറ്റ് ഗോവ എന്നുള്ള പബ്ബിലാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ കയറിയപ്പോൾ തന്നെ ഏതായാലും ലേഡീസിന് ഒരു ഫ്രീ വോഡ്ക ഷോട്ട്സ് കിട്ടും. അങ്ങനെ പുള്ളി അത് മിക്സ് ചെയ്ത് തന്നതാണ്. കഴിച്ചൊക്കെ എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് നേരെ കെട്ടിയതിന് കൊടുത്തു. ഇപ്പോൾ തന്നെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരും ഡാൻസൊക്കെ തുടങ്ങിയിട്ടോ. ഒരു 9 മണിക്കാണ് നമ്മുടെ DJ പാർട്ടി ഇങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. DJ പാട്ടൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മളും കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂട് വെച്ചിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. പിസയും മോക്ടെയിലും ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇവിടെ ഇങ്ങനെ ഒച്ചത്തിലുള്ള സൗണ്ടുകളൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ലാത്ത കിട്ടിയതിനെ കൊണ്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരന് ആകെ ഇറിറ്റേഷൻ, നമുക്ക് പുറത്ത് പോകാൻ മതി ഇവിടെ ഇരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ DJ പാർട്ടി കഴിയുന്നതിന് മുന്നേ തന്നെ പുറത്തിറങ്ങി കേസ്. അങ്ങനെ നേരെ നടന്ന് റൂമിലേക്ക് പോകാം. അപ്പോൾ ബാക്കി ഗോവ വിശേഷങ്ങളൊക്കെ മറ്റൊരു പാർട്ടായിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പം ഓക്കെ, ബൈ.